വിഷ്വലൈസേഷൻ ചെയ്ത് യൂട്യൂബിൽ 1 ബില്യൺ സബ്സ്ക്രൈബേഴ്സ് നേടാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പ്രൂവ് ചെയ്ത് കാണിക്കുക. Can you visualize yourself and get 1 ബില്യൺ സബ്സ്ക്രൈബേഴ്സ് in YouTube and prove that? ഒരാൾ കമന്റ് ചെയ്തേക്കണ സംഭവമാണ്. താങ്കൾക്ക് വിഷ്വലൈസ് ചെയ്ത് 1 ബില്യൺ സബ്സ്ക്രൈബേഴ്സ് നേടാൻ പറ്റുമെന്ന്. ഇടയിൽ താങ്കൾ വീഡിയോ ഫുള്ള് കാണാം. ഞാൻ പറഞ്ഞതെന്താ, നിങ്ങൾ വെറുതെ വിഷ്വലൈസ് ചെയ്ത് അവിടെ ഇങ്ങനെ മനോരാജ്യം കണ്ടതുകൊണ്ട് ഇതൊന്നും നടക്കൂല എന്ന് തന്നെ പറഞ്ഞത്. വീഡിയോ കാണുമ്പോൾ മുട്ടും മുറിയും ഞടുങ്ങും ഞൊടുങ്ങും ഒക്കെ കാണാതെ ആദ്യം മുതൽ ക്ലിയർ ആയിട്ട് ഫുള്ള് വരെ കാണുകയാണെങ്കിൽ എന്നിട്ട് കമന്റ് ചെയ്യും കേട്ടാ. അപ്പൊ പറഞ്ഞു വേറൊന്നുമല്ല, അത് വീണ്ടും കൂടി ഒന്നും കൂടി ചില വിഷ്വലൈസേഷനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് വൈബ്രേഷൻ, ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ ഈ ലോ എന്നും പറഞ്ഞുണ്ടാക്കിയിട്ട് കുറെ കാര്യങ്ങൾ പാരാസൈക്കോളജി അല്ലെങ്കിൽ ഇങ്ങനെ മൈൻഡ് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴൊന്നുമല്ല, അത് പണ്ടേ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് 2007, 2008 മുതലേ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം തിയററ്റിക്കലി. നോട്ട് ഓൺലി ബിക്കോസ് മൈ സബ്ജക്ട് വാസ് സൈക്കോളജി. അതായത് എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ സംഭവങ്ങൾ അറിയാം. കാരണം പല മൈൻഡ് പവർ ട്രെയിനിങ് പ്രോഗ്രാമുകൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരും ഞാനും ഉൾപ്പെടെയുള്ള പല ആളുകളും ഒക്കെ ഒരു സമയത്ത് പങ്കെടുത്തിട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞു, നമ്മളെ ചുറ്റപ്പെട്ടിരുന്ന ആളുകളും എൻ്റെ പല കസിൻ ബ്രദേഴ്സും മറ്റുള്ള ആൾക്കാരൊക്കെ ബിസിനസ്സുകാരായിരുന്നു. അതുകൊണ്ട് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ ചിലരൊക്കെ കുത്തുവാളെടുത്ത് പണ്ടാരടങ്ങി നാട് വിട്ട ആൾക്കാരുണ്ട് ഇതുമാതിരിയൊക്കെ ചെയ്തിട്ട്. മര്യാദക്ക് പോയിക്കൊണ്ടിരുന്നതാണ്, ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം പണ്ടാരടങ്ങി പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, വെറുതെ ഇങ്ങനെ ഇരുന്ന് ധ്യാനിച്ച് ഇപ്പൊ ഇങ്ങോട്ട് വരട്ടെ, അവിടെ കണ്ടത് ഇവിടെ വരട്ടെ, ഇപ്പൊ വരും, വലിയ വീട് വലിയ കാറ് മറ്റേത് മറിച്ചൊക്കെ ഇപ്പൊ വരുന്നു വിചാരിച്ചോണ്ടിരുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഇത് പോലും പോകും എന്നുള്ള ഐഡിയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇത് എല്ലാവർക്കും വർക്കാവൂല. ഇതെങ്ങനെ വർക്കാവും എന്നുള്ളത് ഞാൻ കുറെയൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, സൈക്കോളജി ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയണത് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് അത്ര ക്ലിയർ ആവണമെന്നില്ല. ബിക്കോസ് മൈ ബോഡി ലാംഗ്വേജ് ആക്ച്വലി ഞാൻ ചെയ്യുന്ന പല പരിപാടികളാണ് കളരി ഗുരുക്കളായതുകൊണ്ട് ചിലപ്പോൾ യു ക്യാൻ ഫീൽ ദ ബോഡി ലാംഗ്വേജ് ഓഫ് എ കളരി പേഴ്സണൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രദ്ധിച്ചോ, ഇനിയിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ എന്താന്ന് പൈസ കൊടുത്ത് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ ഇതേപോലെ കുറെ സാധനങ്ങളുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ, ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പെട്ട സാധനം വേണമെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ രണ്ടായിട്ട് വേണ്ടി തിരിക്കുക. ഏതൊക്കെയാ? വിഷ്വലൈസേഷൻ, അഫർമേഷൻ, മിററിങ്. ഇങ്ങനെ പല മെത്തേഡുകൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമത് ലോ ഓഫ് വൈബ്രേഷൻ. അതിന്റെ മുമ്പിൽ വേണമെങ്കിൽ കോസ്മിക് എന്നും കൂടി കൂട്ടാം. ലോ ഓഫ് വൈബ്രേഷൻ. ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞ് അടുത്തൊരു പരിപാടി. ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് വൈബ്രേഷൻ. ഇനിയുണ്ട് കുറച്ചുകൂടി ഭേദമായ സാധനങ്ങളൊക്കെ ഉണ്ട്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, NLP. ഇനിയുണ്ട്, ഇത് നിങ്ങൾക്ക് ഇതൊക്കെ കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. വേറെ ഉണ്ട് എനിഗ്രാം. പല പരിപാടികൾ ഇതായിട്ട് ബന്ധപ്പെട്ട് കുറെ സാധനങ്ങളുണ്ട്. ഞാനിതൊക്കെ വെറുതെ അങ്ങോട്ട് വായിച്ചോ വീഡിയോ കണ്ടിട്ടല്ല പറയണത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ട് ഒരു സമയത്ത്, ഇപ്പോഴൊന്നും അല്ല, പഠിച്ചിട്ട് ഉള്ള ആളാണത്. ഇതൊക്കെ പഠിച്ചിട്ടും പലതിൻ്റെയും പല സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട് എനിക്ക്, പലതിൻ്റെയും ഓൾമോസ്റ്റ് ഓൾ ദ തിങ്സ്. റെയ്ക്കി, നമ്മൾ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കാത്ത കാരണമാണ് ഇതൊക്കെ ഇങ്ങനെ ഇതാണ് ഭയങ്കര സംഭവം എന്ന് പറയാത്തത്. പ്രാണിക് ഹീലിംഗ്, ഈ റെയ്ക്കി പ്രാണിക് ഹീലിംഗ് ഒക്കെ എനിക്കുള്ള കണക്ഷൻ കേട്ട് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. 1997 റെയ്ക്കി പ്രാണിക് ഹീലിംഗ് ഞാൻ പഠിക്കുന്ന വർഷം. ഇതേപോലെ മറ്റുള്ള കാര്യങ്ങൾ, ജ്യോതിഷം,
വാസ്തുശാസ്ത്രം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ എന്നെ പറ്റി പുകഴ്ത്തി പറയാനല്ല, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ആ വീഡിയോ ചെയ്യണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞേക്ക ഒരാൾ എന്താ ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് വിഷ്വലൈസേഷൻ ചെയ്ത് ബില്യൺസ് ഉണ്ടാക്കാൻ. എന്നാ പിന്നെ അങ്ങനെ ചെയ്ത് ബില്യൺസ് ഉണ്ടാക്കിയ പോലെ എന്തിനാണ് ഈ യൂട്യൂബിൽ വന്നിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട സമയം കളയണ? അത് ധ്യാനിച്ച് അങ്ങോട്ട് വരൂലേ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പറ്റി നിങ്ങളെ ജസ്റ്റ് ഭഗവത്ഗീതയൊക്കെ എടുത്ത് നോക്കിക്കോ. അതിലെ തന്നെ പറയുന്നുണ്ട്, നീ എന്തിനെ പറ്റി ചിന്തിക്കുന്നുവോ നീ അതായിത്തീരും. നീ എന്തിനെ പറ്റി ചിന്തിക്കുന്നുവോ നീ അതായിത്തീരും. ഇപ്പൊ വേണമെങ്കിൽ ഒരു മാന്ത്രിക് സിസ്റ്റം എടുത്ത് നോക്കാം. മാന്ത്രിക് സിസ്റ്റം, മന്ത്ര എന്ന് മാത്രമല്ല മന്ത്രവാദം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നമ്മൾ അഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. ആദ്യം ശാന്തകർമ്മം, 2 വശ്യം, 3 ആകർഷണം. ഇനി എന്താ ഏറ്റവും കൂടുതലൊക്കെ ഉണ്ട്. മോഹനം, ഭേദനം, മുഖമുദ്രണം, ഉച്ചാടനം, സ്തംഭനം, മാരണം, അങ്ങനെ പറയും. ഇനി ഉണ്ട് ഇതില് സമ്മോഹനം, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. വിദ്വേഷണം, ഇങ്ങനെ കർമ്മങ്ങൾ എട്ടണമെന്നല്ല, ഇതിൽ പെട്ടെന്നത്തെ കൊണ്ട് ഞാൻ 10 എഴുതിയിട്ടുണ്ട്. ഇപ്പൊ വശ്യം എന്ന് പറയുന്ന ഒരു കർമ്മം എടുക്കാം. നിങ്ങൾക്ക് വശ്യമുള്ളൂ അല്ലെ. ആകർഷണം എന്ന് പറയുന്ന കർമ്മം എടുക്കാം. നിങ്ങളിപ്പോ മന്ത്രവാദം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പോലും ഈ ഒരു കുന്തം നടക്കില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. നടക്കില്ല എന്നല്ല, പൂർണ്ണമായിട്ട് നടക്കില്ല എന്നല്ല, ഒറ്റയടിക്ക് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ പഠിക്കാൻ പോയുള്ളൂ, നടക്കില്ല എന്ന്. നടക്കണമെങ്കിൽ അതിന് കുറെ പ്രൊസീജിയേഴ്സ്, കുറെ പണിയുണ്ടെന്നേ. ഒരാൾ പോയിട്ട് മന്ത്രം ചെയ്ത് എന്ന് പറഞ്ഞ് കുറെ ഇത്ര തവണ മന്ത്രം ജപിച്ച് ആകർഷണ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ആകച്ച എന്നൊക്കെ പറഞ്ഞ് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാ, അവിടെ വാ, ഇവിടെ വന്ന് പറഞ്ഞ് ജപിച്ചുകൊണ്ടിരുന്ന ഉമാരെയാണെ ഭയങ്കര സുഖമാർന്നല്ലേ. ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഒരു പണിക്കും പോകാണ്ട് ഇരുന്ന് ഈ മന്ത്രം കടി ജപിച്ചാൽ പോരെ. ഈ ഹോമം നടത്തണമെങ്കിൽ ഹോമം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഹവിസുകൾ ജപിച്ച് പൂജിച്ചാൽ പോരെ. അതുകൊണ്ടാണ് ഈ മാന്ത്രികം ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാർ ആദ്യം ജ്യോതിഷം പഠിക്കും. അപ്പൊ ഇതിൽ തന്നെ ആദ്യം പറയും, നിനക്ക് വിധി ഉണ്ടെങ്കിലാ നിനക്കിത് വരുവുള്ളൂ. ജ്യോതിഷത്തിന്റെ മെയിൻ കൺസെപ്റ്റ് 3 വിധി, മതി, ഗതി. വിധിയുള്ള വിഷയങ്ങൾ മാത്രം നിന്റെ തലയിൽ വരുള്ളൂ. നീ ഈ വീഡിയോ കാണാൻ പോലും നിനക്ക് വിധി ഉണ്ടായിരിക്കണം. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. വിധിയുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാവണം. അത് ജ്യോതിഷത്തില് ദശാബുദ്ധി, ദശാഫലങ്ങൾ എന്ന് പറയും. ഗതി ഉണ്ടാവണം. അതിനുവേണ്ടി നിനക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് മൈൻഡും ഉണ്ടാവണം, നിനക്ക് സാധിക്കുകയും ചെയ്യണം. കണക്ഷൻസ് ഒത്തുവല്ലാം എന്നെ ഗതി എന്ന് പറയും. ജ്യോതിഷത്തില് ആ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാരവശാല് ഗ്രഹങ്ങൾ നിൽക്കണതിന്റെ ബലം. ഇതാണ് ജ്യോതിഷത്തിലെ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു കൺസെപ്റ്റ്, ബലം എന്നത്. ഇവിടെ ഈ വിധി ഇല്ലാണ്ട് നിനക്ക് ഇതുപോലും കാണാൻ പറ്റൂല. മനസ്സിലായോ? നിന്റെ തോട്ട്, നിനക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളോട് താല്പര്യം വന്നിട്ട് കണ്ടാലാണ് ഈ തോട്ട് പോലും എത്തുള്ളൂ. നീ എന്ന് പറയുന്നത് ഒരാളല്ല കേട്ടോ പറയുന്ന, നിങ്ങൾ. അപ്പൊ താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. അപ്പൊ നിങ്ങളുടെ ജാതകത്തിൽ കേതു എന്ന് പറയുന്ന ഗ്രഹം, ജ്ഞാനകാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ ഉണ്ടാവണം. ചിലപ്പോൾ 7ാം ഭാവമായിട്ട് കണക്ഷൻ ഉണ്ടാവും. 7ാം ഭാവമായിട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം പോക്കാണ്. എങ്കിലും ഇതേ കാര്യങ്ങളായിട്ട് കണക്ഷൻ ഉണ്ടാവും. ലഗ്നത്തിലിരുന്നാലും പ്രശ്നമാണ്. അപ്പൊ ചില ഭാവങ്ങളിൽ കണക്ഷൻ വരണം. 12ാം ഭാവത്തിൽ നിന്നാലും ഇതൊക്കെ വരാം. അതുപോലെ വ്യാഴം ചില ഭാവങ്ങളിൽ നിന്നാൽ, ചില ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഈ കാര്യങ്ങൾ. 9ാം ഭാവത്തിലൊക്കെ നിന്നാൽ മതി വ്യാഴം. അപ്പൊ വ്യാഴവും കേതുവും ഒക്കെ ഈ ഭാവങ്ങളിൽ നിന്നാലാണ് സ്പിരിച്വൽ ആയിട്ടോ ഉള്ളത്, ഗൂഢമായിട്ടുള്ള ഇതിനെ തേടി പോകാനുള്ള മൈൻഡ് നിങ്ങൾക്ക് വല്ല. അല്ലാത്ത ആൾക്കാർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ഒരു വശ്യം ചെയ്യണമെങ്കിൽ അവിടെ ആദ്യം തന്നെ സങ്കല്പമുണ്ട്. സങ്കല്പം എന്താ പറഞ്ഞാൽ സങ്കല്പം. ഈ സങ്കല്പം എന്നുള്ളത് ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞാൽ വിഷ്വലൈസേഷൻ എത്തും.
പക്ഷെ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഒരു മാന്ത്രികം ചെയ്യാനായിട്ട് ഇരിക്കേണ്ട പോസ്റ്റ് ഉണ്ട്, അത് ഇരിക്കേണ്ട നാടിയുണ്ട്, ഇരിക്കേണ്ട ദിക്കുണ്ട്, ഇരിക്കേണ്ട വസ്തുവുണ്ട്, ഡ്രസ് കളർ കോഡ് ഉണ്ട്, തൊടേണ്ട തരത്തിലുള്ള പൊട്ടുകളും മറ്റുള്ള സാധനങ്ങളും ഉണ്ട്, കുളിച്ച് കഴിഞ്ഞിട്ട് ഇന്ന സമയത്ത് ഇന്ന ആഹാരം കഴിച്ച് ഇരിക്കണമെന്നുണ്ട്. അപ്പൊ അതായത് മൊത്തത്തിൽ എനർജിയെ മാറ്റുകയാണ്. ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്ന മാതിരി എനർജിയെ മൊത്തം മാറ്റുകയാണ്. ഡ്രസ് കോഡ് മാറ്റി, പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സുകൾ ഇട്ട്, പേര് വരെ മാറ്റും. മാന്ത്രികന് ഒരു മാന്ത്രിക നെയിം ഉണ്ടാവും. അപ്പോൾ ഐഡന്റിറ്റി വരെ മാറ്റി ഒരു പ്രത്യേക വൈബ്രേഷനിൽ ഇരുന്നിട്ട് ഫസ്റ്റ് സങ്കല്പം, നമ്മൾ വിചാരിച്ച കാര്യത്തെ കുറിച്ച് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നതാണ് നടക്കേണ്ടത് മൈൻഡിൽ ക്ലിയർ ആയിട്ട് പിക്ചറൈസ് ചെയ്തിട്ട് അതിനെ വേണ്ടുന്ന മന്ത്രം ജപിക്കണം. അപ്പൊ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കണത്? ഇനി അപ്പുറത്തുള്ള അവിടുത്തെ പെണ്ണ് എന്റെ കൂടെ വരണമെന്നാണ് ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയൊന്നും അല്ലട്ടാ, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളും ഉണ്ട്. ആണ് ഉദ്ദേശിക്കണമെങ്കിൽ ആ പെണ്ണിന്റെ പേര് മകൻ നക്ഷത്ര ജാതായ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേര്, പ്രിയ നാമതേയസ് ലഗ്നം മാമകം ആകർഷയ ആകർഷയ ഹ്രീം ഹൂം ഫട് സ്വാഹ. ഇങ്ങനൊന്നല്ലടാ മന്ത്രം, ഞാൻ പറഞ്ഞോളൂ. ഇങ്ങനെ ജപിക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം, ഈ പ്രിയ എന്ന് പേരുള്ള അവിടത്തുള്ള ആ പെണ്ണ് എൻ്റെ അടുത്ത് ആകർഷിക്കപ്പെടട്ടെ എന്ന് സംസ്കൃതത്തിൽ പറയാണ്. ഇത് 1000 പ്രാവശ്യം പറയുമ്പോൾ അഫർമേഷൻ അല്ലേ? വരും വരും എന്ന് വിചാരിക്കല്ലേ. കാര്യം ഇതിന്റെ മുമ്പിൽ ബീജാക്ഷരം ചേർക്കണ്ട, പ്രത്യേക വൈബ്രേഷൻ. രണ്ടാമത്തെ കേസ് മന്ത്രം ജപിക്കണം, അല്ലാണ്ട് ഇതൊരു സാധനത്തിലേക്ക് എയറിൽ പ്രത്യേക തരത്തിലുള്ള ട്രയാങ്കിളുകളൊക്കെ വരച്ച് അതിലേക്ക് ഒരു എനർജി സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് വായിച്ചിട്ട് അതിലേക്ക് ഏവി വിടാന്ന് പറയും. ഏവല്, തമിഴിൽ പറഞ്ഞ ഏവല്, പില്ലിയൊക്കെ. അപ്പോഴും നിങ്ങൾ ഈ സൈക്കോ കോസ്മിക് ആയിട്ട് ബോളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പൊ പഴയ പിഞ്ഞ് പുതിയ കുപ്പിയിൽ നിന്ന് പറഞ്ഞ് വന്ന സാധനം തന്നെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയാൻ പാടില്ല മന്ത്രവാദം എങ്ങനെ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് അതിന്റെ ചില സാധനങ്ങൾ എനർജി ബോൾ ക്രിയേറ്റ് ചെയ്യുക, അത് അവരിലേക്ക് വിടുക എന്നൊക്കെ പറഞ്ഞറിയാം. അപ്പൊ മന്ത്രവാദം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ബ്രഹ്മചര്യത്തോടു കൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ മെന്റൽ പവർ വേറെ ലെവലായിരിക്കും, വിഷ്വലൈസേഷൻ പവർ വേറെ ലെവലായിരിക്കും. കാര്യം ഒരു ഉപാസനമൂർത്തിയെ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് പാടാണ്. കാര്യം 4 കൈയും അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെ കാളിയും മേഘസമപ്രഭാം ത്രിനേനാം വേതാള കണ്ഠസ്ഥിതം ഖഡ്ഗം കേടകപാലധാരിക ശിരം കൃത്വാം കരാഗ്രേഷ്യൂത പ്രേത വിശാചമാതൃസഹിതം ഉണ്ടസ്രജാലം കൃതം വന്ദേ ദുഷ്ടമസൂരികാദിവിതാം. ഇങ്ങനെ പറഞ്ഞു പോകുന്ന സാധനമൊക്കെ ജപിക്കുന്ന സമയത്ത് മൈൻഡിലേക്ക് പിക്ചർ വന്നാണ്. ഇത്ര പവർഫുൾ ആയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്ക് ഉണ്ടോ എന്ന് തന്നെ സംശയം. മൈൻഡിലേക്ക് ആ മൊത്തം സാധനം വരെ ചെയ്യണം. അപ്പൊ ഇത്രയും വിഷ്വലൈസ് ചെയ്ത് കാലിന്റെ അടി മുതല് അങ്ങനെ ശ്രീമാത്ര ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്ന കുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്യുത രാഗസ്വരൂപ പാശാഢ്യ ക്രോധകാര അങ്കുശോജ്വല മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായി. ഇങ്ങനെ പറഞ്ഞിട്ട് കയ്യിലും കാലിലും ഇരിക്കണം ഓരോ സംഭവങ്ങള് വിശദീകരിച്ച് മെന്റലി. ഇതിന്റെ അപ്പുറം എന്ത് വിഷ്വലൈസേഷൻ ആണ് ഉള്ളത് ലോകത്ത്? ഇതിന്റെ അപ്പുറം വിഷ്വലൈസേഷൻ ചെയ്യാനുള്ള ടെക്നിക്കില്ലാതെ വേണ്ടി പറയേണ്ട വരും, തന്ത്രത്തിന്റെ അപ്പുറം. അപ്പൊ അത്രയും ദേവിയുടെ ഉച്ച മുതൽ കാലിന്റെ വിരലിന്റെ അറ്റം വരെയുള്ള സാധനങ്ങൾ മൈൻഡിൽ കാണണമെന്റെ മെന്റൽ വിഷ്വലൈസേഷൻ പവർ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്തരത്തിൽ ചില പ്രത്യേക ആസനങ്ങളിൽ ഇരുന്ന് ഇവൻ ഒരു സാധനത്തിനെ തൊടാണ്ട് കണ്ണടച്ചിട്ട് മന്ത്രം കാണാണ്ട് പഠിച്ചിരിക്കുമ്പോഴാണ് പവർ വന്നത്. അപ്പൊ മൈൻഡ് കംപ്ലീറ്റ് ആ ഇതിലേക്ക് പോവുകയാണ്, ശബ്ദം ഒരുമിച്ച് വരെയാണ്. ഇങ്ങനെ ചെയ്തിട്ട് ഇനി ഇതും പോരാണ്ട് യന്ത്രങ്ങളും അക്കോടങ്ങളും എയറിൽ എഴുതി ഏവി വിടുന്ന പരിപാടി. അതല്ലാതെ ഈ സാധനങ്ങൾ തന്നെ കുണ്ഠം ഉണ്ടാക്കിയിട്ട് കുണ്ഠത്തിലേക്ക് ഈ പവറിനെ ആവാഹിച്ച് അതിനെ എനർജി ആയിട്ട് അടുത്ത ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് വേറൊരു തരത്തില് അതിനെ ആവിയാക്കിയിട്ട് അവരിലേക്ക് ഏവി വിടുന്നു. പില്ലി കൂടോത്രം എന്ന് പറയും. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിഷ്വലൈസേഷൻ ഇതൊക്കെ വന്നേക്ക് മുമ്പ് നിങ്ങളിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഇതിന്റെ വെറും ബേസിക് സാധനം മാത്രം എടുത്തിട്ട് വേറെ എവിടെ ഉണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെയൊക്കെ അപ്പൂപ്പനാണ് ഇവിടെ കിടക്കുന്ന തന്ത്രം. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഈ താന്ത്രികന്മാരൊക്കെ നല്ല പവർഫുൾ ഉള്ള ആൾക്കാർ വിചാരിക്കുമ്പോൾ തന്നെയാണ് കാര്യം അവരുടെ വിഷ്വലൈസേഷൻ പവർ എന്ന് പറഞ്ഞാൽ അത്ര പവർഫുൾ ആയിരിക്കും. അവരുടെ വൈബ്രേഷൻ വളരെ കൂടുതലായിരിക്കും. കാര്യം അവര് ബ്രഹ്മചര്യം നോക്കുന്നു. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ പറയുന്നത് ബ്രഹ്മത്തെ ചരിക്കുന്നതാണെന്ന്. യോഗരതോ വിയോഗരതോ ഭോഗരതോ വിഭോഗരതോ യസ്യ മനോ ബ്രഹ്മണേ തിഷ്ഠതി നന്ദതി നന്ദതി നന്ദതോയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ശരിയാവണമെന്നില്ല. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ മാന്ത്രികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മത്സ്യമാംസാദികൾ കൂട്ടാതിരിക്കുകയും സ്ത്രീസംഗം ചെയ്യാതിരിക്കുകയും അഷ്ടമൈഥുനങ്ങളും ത്യജിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്നിട്ടാണ് പുരസ്കാരം ചെയ്യണം. അപ്പൊ അവന്റെ പവർ എന്തായിരിക്കും? അവൻ വേറൊരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നേ ചിന്തിക്കുന്ന ഒറ്റ വിഷയം. വേറെ വിഷയത്തെ കുറിച്ച് ചിന്തിച്ച കോൺസെൻട്രേഷൻ അങ്ങനെയും പോകും. എനർജി പോണത് പോട്ടെ,
ഒറ്റ വിഷയത്തിൽ തന്നെ ചിന്തിക്കുന്ന വിഷ്വലൈസേഷൻ പവർ എന്തായിരിക്കും? അപ്പൊ തന്ത്രയിൽ അങ്ങനെയുണ്ട്. അപ്പൊ വേഗം ചെന്ന് ഇപ്പൊ തന്നെ മന്ത്രവാദം പഠിച്ചിട്ട് മന്ത്രവാദം ചെയ്യാന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മൂഞ്ചി പോകത്തുള്ളൂ, നടക്കൂല. കാര്യം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വിഷ്വലൈസേഷനും മന്ത്രം എന്ന് പറഞ്ഞ അഫർമേഷനും അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ള താന്ത്രിക് ടെക്നിക്സ്, താന്ത്രിക് വിധാനങ്ങള്, ഈ പ്രതിഷ്ഠാദി കർമ്മങ്ങൾക്കൊക്കെ കലശടുമ്പോ മുളയിടാനൊക്കെ വരെ ഉപയോഗിക്കുന്ന ആ ജെയിംസ്, പുതിയ സാധനങ്ങൾ പൊട്ടിമുളയ്ക്കുമ്പോഴുണ്ടാവുന്ന ശക്തികളൊക്കെ അത് എങ്ങനെ ആവാഹിച്ച് പല മുദ്രകൾ ഇങ്ങനെയല്ല, ആവാഹിതമോ സംസ്ഥാപിത സന്നിധിതമോ സാന്നിധ്യം കുരുകുരു ഇങ്ങനെയുള്ള ഈ മുദ്രകൾ, ഇങ്ങനെ മന്ത്രങ്ങള്, ദശദിഗ്ബന്ധനങ്ങള്, അസ്ത്രങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയാണ്, കണക്ഷൻ. അതിന് കുറച്ച് ബോഡി ആയിട്ടുള്ള പല കണക്ഷൻ ഉണ്ട്. അപ്പൊ വെറുതെ ഇരുന്ന് വിഷ്വലൈസേഷൻ ചെയ്യണമായിരിക്കോ തന്ത്രം ചെയ്യണമായിരിക്കോ പവർ കൂടുതൽ. എന്നിട്ട് അതില് ഓരോരോ കർമ്മങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കാണ്. നിങ്ങളിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ അപ്പുറത്തെ പെണ്ണിനെ വശീകരിക്കാനായാലും കാറ് കിട്ടാനായാലും വീട് വെക്കാനായാലും ഒരേ സാധനം. ഇതിലല്ല, ഇതിൽ വ്യത്യാസം ഉണ്ട് എല്ലാത്തിലും. അപ്പൊ ഭേദനം ചെയ്യാനാണെങ്കിൽ ആ ഭേദനം ചെയ്യാനുള്ള പൊരുളുകൾ വ്യത്യാസമുണ്ട്, മന്ത്രങ്ങൾ വ്യത്യാസമുണ്ട്, ഇരിപ്പ് വ്യത്യാസമുണ്ട്, അന്നത്തെ അവന്റെ ചര്യ വ്യത്യാസമുണ്ട്, അവൻ ജപിക്കുന്ന പൊസിഷൻ ആസനം വ്യത്യാസമുണ്ട്, നാഡി വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസമുണ്ട് എല്ലാത്തിലും. അപ്പൊ ഇതാണ് പവർഫുള്ള്, ഇതാണ് പവർഫുൾ. അങ്ങനെ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നേക്കാളുമ്പോൾ താന്ത്രികം പഠിച്ചാൽ പോരെ, ഇത് പഠിപ്പിക്കണ ആരുള്ള. അപ്പൊ അതുകൊണ്ടാണ് ഈ മന്ത്രവാദികളുടെ അടുത്ത് തുടക്കരുന്ന് പറയുന്നത്. കാരണം ഇവർക്ക് ലോ ഓഫ് അട്രാക്ഷനേക്കാളും ലോ ഓഫ് വൈബ്രേഷൻ പവർ കൂടുതലായിരിക്കും. ഇവർക്ക് ഐഡന്റിറ്റിയിൽ പോലും, അതായത് മാന്ത്രികം ചെയ്യുമ്പോൾ മാന്ത്രികനുള്ള ഐഡന്റിറ്റി പോലും വ്യത്യാസമുണ്ട്, ലൈഫ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണതിന്റെ അപ്പുറം ഇവൻ വർക്ക് ചെയ്യും. ഇത് തന്ത്രയും മാന്ത്രികം വർക്ക് ചെയ്യുന്ന തന്നെ പറയേണ്ടി വരും. എന്നും പറഞ്ഞ് ഇത് പറയുമ്പോഴത്തേക്കും ആളുകൾ ഇത് അന്ധവിശ്വാസം എന്ന് പറയും. ലോ ഓഫ് അട്രാക്ഷൻ ഭയങ്കര സംഭവം, രണ്ടു ഇംഗ്ലീഷ് വാക്ക് കേട്ട്, ലോ ഓഫ് അട്രാക്ഷൻ, എല്ലാ സംഭവവും സാധിക്കും എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അട്രാക്റ്റഡ് ആവും. അത് ദാറ്റ് ഈസ് സം ടൈപ്പ് ഓഫ് ബിസിനസ് ടെക്നിക്സ് ടു അട്രാക്ട് എവരിബഡി. നിങ്ങളെ തന്ത്രം പഠിപ്പിക്കാന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ മതത്തിന്റെ വേലിക്കെട്ടുക ഉള്ളതുകൊണ്ട് എല്ലാവരും വരണമെന്നില്ല. എന്നാൽ ഞാൻ പറയണത് നിങ്ങളെ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ തേടായി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓടി വരും. അതാണ് വ്യത്യാസം. അപ്പൊ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ ബേസ് എന്താന്ന് നോക്കാം. എന്താ സംഭവം? ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്. ബ്രെയിൻ, മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മാന്ത്രികത്തിലൊക്കെ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഈ സിദ്ധന്മാര് വരെ മനസ്സിനെ തന്നെ നാലായിട്ട് അന്ധകരണങ്ങളെന്ന് തിരിച്ചിട്ടുണ്ട്. മനോ, ബുദ്ധി, അഹങ്കാര, ചിത്തം എന്ന് തിരിച്ചിട്ടത് മാന്ത്രികത്തിൽ പറയുന്നുണ്ട്. മനോ, ബുദ്ധി, അഹങ്കാര, ചിത്തം മേം ശുദ്ധ്യന്താം ജ്യോതിരഹം മിരജം വിഭാം ഭൂയാം സാം സ്വാഹ മന്ത്രമാണ്. അപ്പോ തലമുല ശിര പാണി പാത പാർശ്വരുദര ജംഗ ശിഷ്ടോവസ്ഥ പായവേമേം ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജം വിഭാം ഭൂയാം സാം സ്വാഹ എന്നൊക്കെ പറഞ്ഞ മന്ത്രത്തിന്റെ അർത്ഥം തന്നെ ഇത് ടോട്ടൽ ബോഡി ആയിട്ട് 96 തത്വങ്ങളായിട്ട് കണക്ഷനുണ്ട്. ഈ 96 തത്വം തന്നെ കോസ്മിക് ആണ് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും 6 ആധാരങ്ങളും ഇപ്പൊ ചതുർമനങ്ങളും ഒക്കെ ഇതിന് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഈവൻ ഫിസിക്കൽ എൻറ്റിറ്റി ആൻഡ് കോസ്മിക് എൻറ്റിറ്റി ഉൾപ്പെടുന്ന ഒരു സാധനമാണ് ഈ 96 തത്വങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ അതായത് ഇന്ത്യൻ സൈക്കോളജി, വേർ ക്യാൻ യു ലേൺ ഇന്ത്യൻ സൈക്കോളജി ഫ്രം? നിങ്ങൾക്ക് എവിടെ നിന്ന് ഇന്ത്യൻ സൈക്കോളജി പഠിക്കാൻ പറ്റും? You cannot learn Indian psychology from anywhere else. Only if you want to learn Indian psychology. If you want to learn Indian psychology, you have to refer previous scriptures. You have to refer even the Vedas, Puranas, Upanishads, etc. Idile all the psychologies and philosophies all are hidden in these books. അപ്പൊ നിങ്ങള് ഇന്ത്യൻ സൈക്കോളജി എന്ന് പറഞ്ഞ് പഠിക്കാന്ന് തന്നെ കിട്ടണമെങ്കിൽ പഴയ പറഞ്ഞ ബുക്കുകളൊക്കെ വായിക്കേണ്ടി വരും. കാരണം ഇതിലെ കംപ്ലീറ്റ് ഫിലോസഫി സൈക്കോളജിയും ഹിഡൻ ആക്കി വെച്ചേക്കാം. മനതത്വങ്ങളെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സെന്താണ്, മനസ്സെങ്ങനെ ഫോം ആവുന്നു, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, ഒരാളുടെ മൈൻഡ് ഏത് ലെവലിൽ നിൽക്കും, മനസ്സ് എപ്പോ ഉണരും, എപ്പോ ഉറങ്ങും, എന്താണ് ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥാസു മനസ്സ വാച കർമ്മണ എന്നൊക്കെ പറഞ്ഞതില്ലേ. ഇതൊക്കെ പൂജ ചെയ്യുമ്പോഴേ പറയാണ്. ചരണ കൃതം വ കായജം കർമ്മജം വ ശ്രവണ നയനജം വ മാനസം ഭാവരാധം
എന്നും പറഞ്ഞിട്ടൊക്കെ ചെയ്യണ മാതിരി മനോബുദ്ധി അഹങ്കാര ചിത്തം അതിലുണ്ടാവണ ഇതുപോലും കൃത്യമായിട്ട് ഡീവിയേറ്റ് ചെയ്ത് എല്ലാത്തിനെയും പറഞ്ഞു പോവുകയാണുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ, ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അന്ധവിശ്വാസം, സൂപ്പർസ്റ്റിഷൻ, മനസ്സുമില്ല, ഒരു കുന്തവും ഇല്ല, ഇവന്മാരൊക്കെ ഇതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഫിലോസഫി പഠിച്ചിട്ട് കാര്യമുണ്ടോ? അട്ടർ വേസ്റ്റേജ് അല്ലേ. ഇഫ് യു ആർ ലേണിംഗ് psychology, if you don't have any belief in this type of tantra, mantra, etc., then do you believe in mind? We cannot see mind, we can only feel mind. ഇപ്പൊ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ്, കാണാൻ പറ്റാത്ത ഒരു സാധനത്തെ നിങ്ങൾ പഠിക്കുന്നു. ഇത് തന്നെയല്ലേ നമ്മളുടെ ഈ താന്ത്രിക്, മന്ത്രിക്, ട്രഡീഷണൽ ഫിലോസഫീസിലൊക്കെ ഉള്ളത്. അതിനെ തള്ളിക്കളയും. സൈക്കോളജി ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും അതും ശരിയല്ല. ചില ആൾക്കാർ അങ്ങനെയുണ്ടേ, ഈ മന്ത്രവാദം, ഈ കൂടോത്രം, ജ്യോതിഷം, മറ്റതും മറിച്ചതൊക്കെ വെറും ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. ഇത് വേണ്ടി സൈക്കോളജി പഠിക്കും. സൈക്കോളജി അതിന്റെ അപ്പുറം ഭയങ്കര വിറ്റുകളൊക്കെയാണ്. അതായത് ചില തിയറികളൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോവും. ചില തിയറികളൊക്കെ ഈ സിഗ്മണ്ട് ഫ്രോയിഡ് ഒക്കെ എഴുതി വെച്ചേക്കണ തിയറികളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്, TA. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ വീട്, പുതിയ സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് രസമാണ്, അടിപൊളിയാണ് അല്ലേ. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിപ്പോ ന്യൂ എന്ന് പറഞ്ഞ സാധനം ഇറങ്ങി കഴിയുമ്പോൾ, ന്യൂ മോഡൽ എന്ന് പറഞ്ഞിറക്കുമ്പോൾ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ പോലും നമ്മളെ അട്രാക്ട് ചെയ്യും. വ്യത്യാസം അട്രാക്ട് ചെയ്യും. പക്ഷെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനത്തിന് ഈ പറഞ്ഞ മാതിരി വ്യത്യാസങ്ങൾ കൂടുതൽ ഉണ്ടാവില്ല. കാര്യം അത് അതിൽ കൊണ്ട് തന്നെ പരിപൂർണമാണ്. നിങ്ങൾ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നോക്കുക, ദൈവം ഇല്ല എന്നൊക്കെയാണ് പറയണത്. എന്നാൽ സയന്റിസ്റ്റുകൾ ഇപ്പോഴും പറയണ there is a big mystery that we don't know what is the source of universe എന്നാണ് അവർ പറയുന്നത്. We don't know how the universe had been sprouted out from utter emptiness. എങ്ങനെ പ്രപഞ്ചം ഒരു മൊത്തം ശൂന്യതയിൽ നിന്ന് ഉണ്ടായി, ആ ശൂന്യതയ്ക്ക് മുമ്പുണ്ടായിരുന്ന എനർജി ഏതാണെന്ന് ഇപ്പൊ അവർ അന്വേഷിച്ചു കിടക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോ, വലിയ വലിയ സയന്റിസ്റ്റുകളൊക്കെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാലോ, സയൻസിന്റെ ബാക്കില്. അതുപോലെ തന്നെ ഓരോരോ തിയറികൾ, സ്ട്രിങ് തിയറി, എന്തിനാ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പോലും ഇതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാർ സയന്റിസ്റ്റ് മാത്രമായിരുന്നില്ല. ഇവരൊക്കെ മൈൻഡ് വളരെ പവർഫുള്ളും വളരെയധികം മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. നിക്കോള ടെസ്ലയെ പോലുള്ള ആൾക്കാരൊക്കെ, നിങ്ങൾ അവരുടെ ചരിത്രം നോക്കുക. ഇവര് വെറും സയന്റിസ്റ്റുകൾ, സയൻസ് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു നടന്ന ആൾക്കാരല്ല. അവര് കൂടുതലും സമയം മെഡിറ്റേഷൻ, അവർ ചിന്ത കൊണ്ട് ചിന്തിച്ച് മൈൻഡ് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ മൈൻഡിന്റെ പവർ കൂടുതൽ, സയൻസിന്റെ പവർ കൂടുതൽ. ഇതെല്ലാം മെന്റൽ ലെവലിലാണ് ഈ വർക്ക് നടന്നത്. എന്നിട്ടത് അപ്ലൈ ചെയ്താണ് ഏത് അടുത്ത വേൾഡിലേക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സയൻസിന്റെ കേസും എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ചില ആൾക്കാർ പറയും ഇതൊക്കെ മൊത്തം സയൻസിന്റെ ഇതാണ്. ശരിയാണെന്നേ. നമ്മള് ഇത് ഒന്നും ഒരാളുടെ സ്വന്തം ഒന്നുമല്ല. ഓരോരുത്തർ കണ്ടുപിടിക്കുന്നു, അവരത് ലോകത്തിന് വേണ്ടി കൊടുക്കുന്നു. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ, കുറ്റം പറയണവർ കുറ്റം പറയും. ഞാൻ ഈ വക ടെക്നോളജി എല്ലാം യൂസ് ചെയ്യുന്ന ആളാണ്. അസുഖം വന്നാൽ ഞാൻ മിക്കവാറും ഒന്നിനെയും മരുന്ന് കഴിക്കൂല, അല്ലെങ്കിൽ കുഴപ്പമൊന്നും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരിക്കും ഞാൻ പോണത്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കറിയാം അത് ചെയ്താൽ ഇതാവുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ഏറ്റവും ക്വാളിറ്റിയുള്ള ക്യാമറയിൽപ്പെട്ടതാണ്. അതെനിക്കറിയാം അതിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന്. അപ്പൊ ഇന്ന് പറഞ്ഞ മാതിരി ഇതെല്ലാം ഒരു എനർജിയാണ്. ദൈവം എന്ന് ചിന്തിച്ചാലും ഇല്ല എന്നൊന്നും പറയാനായിട്ടും ആർക്കും പറ്റാത്ത അവസ്ഥയാണ്. കാര്യം ഞങ്ങള് ഈ മാന്ത്രികന്മാരും താന്ത്രികന്മാരും പറയുന്ന ഒരു സംഭവമുണ്ട്, ഗോഡ്സ് കോഡിംഗ് എന്ന് പറയും. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി, സീക്രട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് ഗോഡ്സ് കോഡിംഗ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി വേണമെങ്കിൽ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. ഇപ്പൊ എന്തായാലും ദിശ മാറി പോകുന്നുണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ, ആദ്യം ലോ ഓഫ് അട്രാക്ഷൻ അന്നൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത്, ഞാനിതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ
എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞാൻ എടുക്കേണ്ടത് എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ എടുക്കും, ബാക്കിയുള്ള അവിടെ തന്നെ കിടക്കും. അത്രേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും നോട്ടുകളും മൊത്തം ഡീറ്റെയിൽസ് ഞാൻ തയ്യാറാക്കി വെക്കും. അപ്പൊ ഞാൻ പറഞ്ഞു 3 സാധനങ്ങൾ. ഇതിൽ മിററിങ് നമുക്ക് ഒഴിവാക്കിയിട്ട് വിഷ്വലൈസേഷൻ ആൻഡ് അഫർമേഷൻ. എടാ ഈ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് മൈൻഡിൽ കാണുക എന്നുള്ളതാണ് വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്കൊരു കാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ കാറ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ കാർ കിട്ടുന്നതായിട്ടും കിട്ടിയിട്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നതായിട്ടും ആ കാർ കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടും മെഡിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് വിഷ്വലൈസേഷനിൽ. എത്ര നേരം വേണമെങ്കിലും ചെയ്യാം. ഇതിനെ പറ്റിയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, ഒരു കാര്യം പറഞ്ഞത്. രണ്ടാമത് അഫർമേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത്? ഞാൻ പണക്കാരനാണ്, ഞാൻ പണക്കാരനായിക്കൊണ്ടിരിക്കും, ഞാൻ പണക്കാരനാകും, ഞാൻ പണക്കാരനാണ്, എനിക്ക് കാറുണ്ട്, ഞാൻ വളരെ പവർഫുള്ളാണ്. ഇത് സംഭവം എന്താണെന്നറിയോ? ഞാനിതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അത്ര പൊട്ടനാണ്. ചില സൈക്കോളജിസ്റ്റുകൾ പറയണത് കേൾക്കാം, മൈൻഡിന് നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിയാൻ കഴിയില്ല എന്ന്. ഇത് എന്തിന്റെ ബേസിലാണ് പറയണതെന്ന് എനിക്കറിയില്ല, ഞാൻ അതിനെ കുറിച്ച് തർക്കിക്കാനുമില്ല. ചില ആൾക്കാർ പറയണത് മനസ്സിന് നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിയില്ല, അപ്പൊ നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് പറയണമെന്ന്. പോസിറ്റീവായിട്ട് പറയണം. ഇപ്പൊ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വിഷ്വലൈസേഷൻ പറയുന്നത് ആളുകൾ കൊണ്ട് പഠിപ്പിക്കണം. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ പഠിപ്പിക്കും, ബാക്കിയുള്ളവർ കണ്ടിന്യൂ ചെയ്യൂട്ടാ. ഇതൊക്കെ പറയണത് ഒരാളായിരിക്കും, പിന്നെ ബാക്കിയുള്ളവർ ഇതായിരിക്കും ശരി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് പറയാം. അതായത് എന്താ? അതായത് എനിക്ക് എന്റെ ദോഷങ്ങൾ മാറ്റില്ല എന്ന് പറയില്ലേന്ന്. ദോഷം മാറ്റണേ എന്ന് പറഞ്ഞാൽ ദോഷം വരുന്നു. ഇത് പഠിപ്പിക്കണവർ പറയണ, അതായത് എന്റെ അസുഖം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ച അസുഖം വരുന്നു. കാരണം ബ്രെയിനിന് നെഗറ്റീവിനെ അറിയാനായിട്ട്, നെഗറ്റീവിനെ അബ്സോർബ് ചെയ്യാനായിട്ട് അറിയില്ല. തീന്റെ അടുക്കലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞാൽ തീന്റെ അടുക്കലേക്ക് പോകണം എന്നായിരിക്കുമോ ബ്രെയിൻ ഇത് ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു കാര്യം, ഞാൻ ഇതിനെ കുറിച്ച് ഓപ്പോസിറ്റ് പറയണല്ല. നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബ്രെയിൻ അല്ല ശരിക്കും, ആത്മാവെന്ന് എടുക്കായിരിക്കും എനിക്ക് ഇഷ്ടം. എന്തായാലും നിങ്ങൾ ബ്രെയിൻ എടുക്കുമ്പോൾ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വകതിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംഭവമാണത്. അല്ലാന്ന് പറഞ്ഞാൽ അല്ല, വേണമെന്ന് പറഞ്ഞാൽ വേണം. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പറയണതിനനുസരിച്ച് എനിക്ക് കടം വരികയാണെങ്കിൽ കടം മാറ്റണേ എന്ന് പറയല്ലേ, എനിക്ക് കൂടുതൽ പണം തരാൻ പറഞ്ഞാൽ മതി എന്ന്. അത് ശരി തന്നെ. കാരണം ശരകല പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇതിലൊരു പ്രശ്നമുണ്ട്. ശരത്തിൽ വ്യക്തമായിട്ടുള്ളത് കൊണ്ട് പറയാറുണ്ട്. ഇപ്പൊ വഹ്നികല, ശരത്തിൽ വഹ്നികല, ശരീരത്തിൽ വഹ്നികല ആക്ടിവേറ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പറയാണ് കടം മാറട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കടം കൂടാൻ സാധ്യതയുണ്ട്. ഇതെന്താന്ന് പറഞ്ഞാൽ ചന്ദ്രനാടിയിൽ വഹ്നികല ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും. കാരണം ചന്ദ്രനാടിയില് പറയുന്ന കല വഹ്നികലയാണെങ്കിൽ കലാസാധനത്തിനെ അബ്സോർബ് ചെയ്യും. ഒരു കല നമുക്ക് ഏവല് ചെയ്യാൻ പറ്റിയ കല ആണെങ്കിൽ മാത്രം അത് വർക്ക് ആവുള്ളൂ ഞങ്ങൾ ശരകല പഠിപ്പിക്കുന്നവർ പറയാറുണ്ട്. എങ്കിലും ഞാൻ എല്ലാവരും ശരമൊന്നും പഠിപ്പിക്കാറില്ല. ഇപ്പൊ എൻ്റെ അടുക്ക വന്നിട്ട് തന്നെ ആയിരക്കണക്കിന് പേര് ചോദിച്ചിട്ടുണ്ടാവും. ഞാനൊരു 10 പേരെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പഠിപ്പിക്കണം. കാരണം നമ്മളത് പഠിക്കാൻ യോഗ്യതയുണ്ടോ, അവനെ നാള് നക്ഷത്രം ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ പഠിപ്പിക്കുള്ളൂ. എത്ര രൂപ എന്ന് പറഞ്ഞാലും പഠിപ്പിക്കൂല. എനിക്ക് എന്നെ അറിയാവുന്നവർക്കാണെങ്കിൽ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സാധനം, ഇത് കല മാറുന്നതിനനുസരിച്ചിട്ട് എനർജി നമ്മളിലേക്ക് വന്നോ നമ്മളിൽ നിന്ന് പുറത്തു പോകണോ എന്നുള്ളൊരു സാധനമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ വലിച്ചു കയറ്റുന്ന സമയത്ത് ഓക്സിജൻ വലിച്ചു കയറ്റുകയും പുറത്തു പോകുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കൊടുക്കുന്നത്. ഇത് യോഗികൾക്ക് അറിയായിരുന്നു. അപ്പൊ കലയിൽ അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു റിസ്ക് ഒഴിവാക്കാനായിരിക്കാം പോസിറ്റീവായിട്ട് മാത്രം പറയുക എന്ന് പറയണത്. അപ്പോൾ ഞാൻ പണക്കാരനായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ബ്രെയിനിന് ഒരു റിയാലിറ്റി ഉണ്ടെന്നേ. നിങ്ങളുടെ ബ്രെയിനിന് ഒരു റിയാലിറ്റി ഉണ്ട്. നിങ്ങളുടെ ബ്രെയിൻ എത്ര റിയലിസ്റ്റിക് ആണോ നിങ്ങൾ അത്രയും പവർഫുൾ ആണ്. റിയലിസ്റ്റിക്.
ഞാൻ കൂടുതൽ കോംപ്ലിക്കേഷൻ വേർഡ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ ബ്രെയിൻ എത്ര റിയലിസ്റ്റിക്കും റാഷണലും ആണോ, നിങ്ങളുടെ ബ്രെയിൻ എത്ര റിയലിസ്റ്റിക്കും റാഷണലും ആണോ, നിങ്ങൾ എത്ര ബുദ്ധിയുള്ളവനാണോ, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ റിയലിസ്റ്റിക്കും റാഷണലും ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം റിയലിസ്റ്റിക് റാഷണൽ ആയിട്ടുള്ള ബ്രെയിൻ ഉള്ളവർ നല്ല വിദ്യാഭ്യാസമോ നല്ല ജോലി ഉണ്ടാവും, അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉണ്ടാവും. റിയലിസ്റ്റിക് അല്ലാത്ത ആൾക്കാർക്കാണ് ഈ സംഭവം ചിലപ്പോൾ വർക്ക് ആവണം. കാര്യം എന്താ, നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്കൊരു കാറ് കിട്ടുന്നുണ്ട്, നീല കാറാണ്, ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്, ഞാൻ തൃപ്തനാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനോരാജ്യം കാണാൻ കഴിവുണ്ടാവണം. നിങ്ങളുടെ ബ്രെയിൻ റിയലിസ്റ്റിക് ആയിരിക്കരുത്. ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുമല്ലോ ഇതില്ലല്ലോ എന്ന് വൺ സൈഡ് ഓഫ് ബ്രെയിൻ ചിന്തിക്കുമല്ലോ. എനിക്ക് സാധനം ഇല്ലല്ലോ, എനിക്ക് കാർ ഇപ്പം ഇല്ലല്ലോ എന്ന് ചിന്തിക്കൂലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഈ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കണേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുന്നേ. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു ഒരാൾക്കും മില്യണറൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവന് ഭാഗ്യം തുണയ്ക്കണം. അത് നമ്മൾ അസ്ട്രോളജിയിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മറ്റേ അസ്ട്രോളജിയുടെ ചാനലുണ്ട്, വിനയൻ ഗുരുക്കൾ അസ്ട്രോളജി എന്ന് പറഞ്ഞ ചാനൽ പോയി കണ്ടു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് പണം ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ പറ്റും. കാരണം പണം ഉണ്ടാവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ പണിയെടുത്തിട്ട് നമ്മൾക്ക് പൈസയും പണവും നമ്മുടെ തൊഴിലിനനുസരിച്ച് പണം ഉണ്ടാവണം, നമ്മൾ ട്രൈ ചെയ്യണം. രണ്ടാമത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രീ ആയിട്ട് കൊണ്ടുതരണം. ഫ്രീ ആയിട്ട് ആരെങ്കിലും കൊണ്ടുതന്നെങ്കിൽ ജ്യോതിഷപ്രകാരം പറയണം, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ആർക്കൊക്കെ ഇതേമാതിരി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അവരറിയാതെ അവരുടെ സൂപ്പർ കോൺഷ്യസ് ലെവലിൽ അത് തോന്നിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് ചിലപ്പോൾ തരും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പുണ്യത്തിന്റെ ഒക്കെ ഫലമായിട്ട് നിങ്ങൾക്ക് വല്ല ലോട്ടറി അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ ഉള്ള കേസുകളാണ് പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് പണം ഉണ്ടാകും, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? അതും പറയാം. നിങ്ങൾക്ക് അത്രയും നാള് പൈസ ഉണ്ടാക്കണമെന്ന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവില്ല. നിങ്ങൾക്ക് കാറ് വേണമെന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും നാൾ കാറ് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ഈ കാറ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ആ കാറ് കിട്ടിയെന്ന് വിചാരിച്ചു കഴിയുമ്പോൾ എങ്ങനെയും കാറ് കിട്ടണമെന്ന് ആഗ്രഹം വരും. ഇതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പുറത്ത് അടിപൊളിയാ ചേച്ചിയില്ലേ, കാണുമ്പോൾ സൂപ്പർ ചേച്ചി, ആ ചേച്ചിനെ കിട്ടണം. ചിലവന്മാര് വിഷ്വലൈസ് ചെയ്യുന്ന കേസ് ഇതാണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇത് ഞാൻ 2007-8 ഒരുത്തനെ പറഞ്ഞു കൊടുത്തിട്ട് അവൻ ആദ്യം തന്നെ ഇത് ഉപയോഗിച്ചത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെ എങ്ങനെ പൊക്കാന്നുള്ള രീതിക്കാണ്. അപ്പൊ അവൻ വിചാരിക്കുമായിരിക്കും ആ ചേച്ചി എൻ്റെ അടുത്തേക്ക് വരികയാണ്, ആ ചേച്ചി എൻ്റെ അടുത്ത് വന്നു, ആ ചേച്ചിയെ ഞാൻ അത് അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചതൊക്കെ കണ്ട് വിഷ്വലൈസ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആക്ച്വലി ചിലപ്പോൾ ആ ചേച്ചിക്ക് ഇവനോട് താല്പര്യം ഉണ്ടാവും, ആ കമ്മിറ്റഡ് ആയി ഉണ്ടാവും. ചിലപ്പോൾ ഇവൻ ചെന്ന് ആ ചേച്ചിനെ തോണ്ടും, കേസിലാകപ്പെടും, അല്ലെങ്കിൽ ആ ചേച്ചി ഇവനെ ഓടിക്കും. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഊളത്തരം പറയണത് വിചാരിക്കണ്ട. ഇൻ കേസ് ഇത് സംഭവിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാവോ? ഇവന്റെ മൈൻഡിലേക്ക് പോണ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവൻ ആ ചേച്ചിയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ പണി കിട്ടും, ഇവന്റെ പ്രാന്തോ. കാര്യം ബ്രെയിനിനെ ഇവൻ മാറ്റിമറിച്ച് പണ്ടാറാക്കി കളഞ്ഞു. കാരണം അത് കിട്ടിയില്ലെങ്കിൽ ഇവന് എന്തോ ഒരു ഫ്രസ്ട്രേഷനും എന്തോ ഒരു കുഴപ്പവും, ഇവൻ ചെന്ന് ക്രൈമിൽ പെടാൻ പോലും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പണ്ടാറാക്കാൻ സാധ്യതയുണ്ട്. ഈ കാറ് കിട്ടണമെന്ന് ധ്യാനിച്ച് കാറുമില്ല, ജോലിയില്ല, ഒരു കുന്തുമില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഇവൻ അവസാനം ഈ കാറ് കിട്ടാനുള്ള അടുത്ത വഴി നോക്കും. അവർ റോങ് ആയിട്ടുള്ള വല്ല പരിപാടിയിലേക്ക് ഇറങ്ങി വല്ല കൊട്ടേഷനോ ഗുണ്ടായിസോ അല്ലെങ്കിൽ കളവ്, തെഫ്റ്റ്, തീഫ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലേക്ക് പോയാലോ? ഇതിനൊക്കെ ആര് സമാധാനം പറയും? ഇങ്ങനെയും വരാം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് വിചാരിക്കുമ്പോൾ തന്നെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെന്റലി ഒരു ഫ്രസ്ട്രേഷൻ വരും. ചിലർ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്ത് നിരാശിത അങ്ങനെയൊക്കെ തന്നെ പോകും. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? ഇത് എവിടെ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒന്നുമില്ല, ഇത് ആക്ച്വലി ഇത്രയേ ഉള്ളൂ, കോൺസെൻട്രേഷൻ. ഈ ടോർച്ചിങ്ങിനായിരിക്കും വെളിച്ചം തെളിയുമെന്ന് പറയണ കൊണ്ട് കോൺസെൻട്രേഷൻ, ടാർഗറ്റിങ് ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. പ്ലാനിങ്, ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാറ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കാറ് വേണമെന്നുള്ള ആഗ്രഹം, ഓക്കെ എനിക്ക് കാറ് വേണം, നിങ്ങൾ ടാർഗറ്റഡ് വിത്തിൻ 1 year ഐ വാണ്ട് ടു പർച്ചേസ് എ കാർ, ഐ വാണ്ട് എ കാർ.
ഇത് നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ മറ്റേ വിഷൻ ബോർഡൊക്കെ നല്ലതാണ്. വിഷൻ ബോർഡൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് തോന്നണം 1 വർഷത്തിനുള്ളിൽ എനിക്ക് കാർ വേണം. ഈ നമ്മുടെ ബ്രെയിനെ അപ്പൊ തന്നെ ആലോചിക്കും, വാട്ട് ഈസ് ദ പ്രസന്റ് പൊസിഷൻ, വാട്ട് ഈസ് മൈ പ്രസന്റ് കണ്ടീഷൻ, വെദർ ആം ഐ ഹാവിങ് ജോബ്, ഇൻകം, എക്സ്പെൻഡിച്ചർ, ഡെറ്റ്, ഇതൊക്കെ ആലോചിക്കും, ഒറ്റയടിക്ക് ആലോചിക്കും നമ്മുടെ ബ്രെയിൻ. 1 വർഷം കൊണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് 1 വർഷം കൊണ്ട് കാറ് വേണമെന്ന് ചിന്തിക്കണേക്കാളും നല്ലത് 1 വർഷം കൊണ്ട് കാറ് വേണമെന്ന് ചിന്തിക്കുമ്പോൾ കാറിന്റെ വില 13 ലക്ഷം. അല്ലാണ്ട് കാറ് വേണമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ 50,000 രൂപ കൊടുത്ത് ചിലപ്പോ പല സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിയിരിക്കും. അതല്ല, ഇന്ന കാറ് ഒരു 13 ലക്ഷത്തിന്റെ കാറ് വേണമെന്ന് വിചാരിച്ച് നമ്മളത് വാങ്ങാൻ പോണ സമയത്ത് നമ്മൾ ഈ 13 ലക്ഷം ഉണ്ടാക്കണമെന്നായിരിക്കും നമ്മുടെ ചിന്ത. ഈ കാര്യങ്ങൾ, ജോബ്, ഇൻകം, ഇതൊക്കെ ഈ 13 ലക്ഷം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിക്കണം. അപ്പൊ കട്ട് ആൾക്കാരെ പറ്റിച്ച് മൂഞ്ചിച്ച് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവൻ ചിന്തിച്ചു തുടങ്ങും, ഈ നമുക്ക് 13 ലക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ കൊടുക്കണം. നമുക്ക് എന്ത് കിട്ടണമെങ്കിലും ഇതെല്ലാം വാല്യൂ. 13 ലക്ഷം എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് വാല്യൂ. 13 ലക്ഷത്തിന്റെ വാല്യൂ നമുക്ക് കിട്ടണമെങ്കിൽ 13 ലക്ഷത്തിന്റെ വാല്യൂ നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പൊ എങ്ങനെ 13 ലക്ഷത്തിന്റെ വാല്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ ചിന്തിക്കും, വാട്ട് ഐ ഹാവ്. ഈ 13 ലക്ഷം ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിൽ മൂല്യമുള്ള എന്തുണ്ട്, എൻ്റെ അറിവുകൾ എന്തൊക്കെയാണ്, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എനിക്ക് എന്ത് ജോലിയുണ്ട്, ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങും. ഇങ്ങനെ ചിന്തിച്ചിട്ട് 13 ലക്ഷം ഒരു കൊല്ലം ഉണ്ടാക്കണമെങ്കിൽ ഒരു മാസം 1 ലക്ഷം രൂപ, 1,20,000 രൂപ ഉണ്ടാക്കണം. വേണ്ട, 1,10,000 രൂപ ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. 1,10,000 രൂപ ഒരു മാസം ഉണ്ടാക്കണം. അപ്പൊ ടാർഗറ്റ്, ഒരു മാസം 1,10,000 രൂപ ഉണ്ടാക്കാൻ ഞാൻ എന്ത് ജോലി ചെയ്യണം? അപ്പൊ ഇവൻ ഫസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കണമെങ്കിൽ 1 വർഷം ടാർഗറ്റ് ഇട്ടാലും ഇവൻ ചിന്തിക്കും, ദൈവമേ, എനിക്ക് ഒരു 2 ലക്ഷം രൂപ കിട്ടുന്ന ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു കാർ 1 വർഷത്തിനുള്ളിൽ മേടിക്കാൻ പറ്റും. അപ്പൊ ഇവൻ അടുത്ത ചിന്തിക്കും, എന്ത്, ഒരു 2 ലക്ഷത്തിന് എന്ത് ജോലി കിട്ടും? നാട്ടിൽ കിട്ടാൻ പാടാണ്, എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോവാം. എങ്ങനെ പുറത്തു പോകാൻ പറ്റും? അന്വേഷിച്ച് കഴിയുമ്പോൾ അപ്പൊ ഇത് തോട്ട് വർക്ക് ചെയ്യാണ്. ആക്ച്വലി തോട്ട് വിഷ്വലൈസേഷൻ തോട്ടല്ല അവിടെ വർക്ക് ചെയ്യണത്. ഇവിടെ യഥാർത്ഥത്തിൽ ടാർഗറ്റിംഗ് ആണ് വർക്ക് ചെയ്യണം, പ്ലാനിങ് ആണ്, നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യണം. എങ്ങനെ 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ചിന്തിക്കാൻ തുടങ്ങും, എങ്ങനെ 2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇവൻ ഏതെങ്കിലും ഏജൻസികൾ വഴി മുട്ടി എങ്ങനെയെങ്കിലും വല്ല ഇറ്റലിക്കോ ജർമ്മനിക്കോ എന്തെങ്കിലും ജോലിക്ക് പോകണം. അങ്ങനെ ഇവൻ ആ തരത്തിൽ വിചാരിച്ച്, അപ്പൊ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? വീട്ടുകാർ പറയണ, മോനെ നിനക്ക് പോകാനുള്ള പൈസ ഞാൻ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും, ഇറ്റലിക്ക് പോകാനല്ല, 7 ലക്ഷം രൂപ അതില്ല, അത് ഞാൻ എങ്ങനെയെങ്കിലും എടുത്തരാം. അപ്പൊ അവൻ 7 ലക്ഷം കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കും. അവസാനം ആരെങ്കിലും കണ്ടുമുട്ടി 5 ലക്ഷം കൊടുത്താൽ കൊണ്ടുപോകാന്ന് പറയും. അവിടെ ഒരു 1.5 ലക്ഷം രൂപയുടെ ജോലി വാങ്ങിച്ചു തരാന്ന് പറയും. ഇതൊക്കെ ഉണ്ടായ സംഭവമാണ്, നമ്മുടെ പല ഫ്രണ്ട്സ് പോയിട്ടുണ്ട്. അങ്ങനെ ഇവൻ ഈ 5 ലക്ഷം രൂപ വീടിന്റെ വല്ല ആധാരവും പണയം വെച്ച് 5 ലക്ഷം എടുത്ത് നാട് വിട്ടുപോയി. അവൻ അവിടെ ചെന്ന് 1.5 ലക്ഷം രൂപ മാസം വരുമാനത്തിൽ വർക്ക് ചെയ്ത് ഒരു 6 മാസം കൊണ്ട് ഈ 5 ലക്ഷം രൂപ അവൻ അടച്ചീർത്ത് ബാക്കി 6 മാസം കൊണ്ട് ഇവനൊരു 5 ലക്ഷം രൂപ ഉണ്ടാക്കി. അവനൊരു സ്റ്റേണായി, ഈ 5 ലക്ഷം രൂപ ഉണ്ടാക്കി. അപ്പൊ ഇവന് കാറ് പെട്ടെന്ന് വാങ്ങിക്കണമെന്നില്ല. അവന്റെ അടുത്ത ചിന്ത എന്താ, എങ്ങനെ പൈസ ഉണ്ടാക്കണം. പിന്നീട് അവൻ ആ 1 കൊല്ലം അവിടെ നിന്നതിന് ശേഷം പിറ്റേ കൊല്ലം അവനെ കുറച്ചും കൂടി നല്ല ജോലി കിട്ടുമെന്ന് നോക്കി 2.5 ലക്ഷം മാസം കിട്ടുന്ന ജോലിയിലേക്ക് മാറി. അവന് 1 കൊല്ലം കൊണ്ട് 2.5 ലക്ഷം വെച്ചിട്ട് അവൻ 1 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി. 1 വർഷം ഒരു മാസം 2.5 ലക്ഷം കിട്ടുമ്പോൾ 2 ലക്ഷം വെച്ച് കൂട്ടിക്കഴിഞ്ഞാലും ആയി. 1 മാസം 12 മാസം ആകുമ്പോഴത്തേക്ക് 24 ലക്ഷം രൂപ അവനുണ്ടാക്കി. അവൻ 2 വർഷം അവിടെ നിന്ന് അവൻ 50 ലക്ഷം രൂപയോളം ഉണ്ടാക്കി. അതില് 10 ലക്ഷം രൂപ അവൻ ചെലവഴിച്ച് ബാക്കി 40 ലക്ഷം കൊണ്ട് അവൻ നാട്ടിൽ വന്ന് അവൻ കാറൊക്കെ വാങ്ങിച്ച് ചെറിയ വീടൊക്കെ വെച്ച്. ഇത്തരത്തിൽ ഇത് വർക്കിംഗ് ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്ത്, എങ്ങനെ ടാർഗറ്റ് ചെയ്ത്, എങ്ങനെ ഇത് നടപ്പാക്കുന്ന അനുസരിച്ചിട്ടായിരിക്കും. എന്നിട്ട് അവസാനം പറയണ എന്തോ, എന്റെ പൊന്നു ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തു ആകുമ്പോ ആപ്പിളി അങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയും. വല്ലതും നടക്കുവോ? ഇത് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള ആസ്പെക്ട് ആണ് വേണ്ടെങ്കിൽ, ഇനി അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെ വശീകരിക്കാനൊക്കെ ആണെങ്കിലോ, അല്ലെ വേറെ വല്ല പെണ്ണുങ്ങളെയൊക്കെ വശീകരിക്കാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പറ്റും. കാര്യം എന്താ, അവിടെ
മൈൻഡ് മേർജിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നടക്കും. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ ആണ് വേണ്ടെങ്കിൽ, ഒരു വസ്തുവാണ്, കാറ്, വീട്, വാഹനം, ഒരു വാച്ച് പോലും അല്ലെങ്കിൽ ഒരു മൊബൈല് പോലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പൈസ വേണം. മണി വെറുതെ ഉണ്ടാവില്ല. മണി ഉണ്ടാവണമെങ്കിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. വാല്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സ്ഥിതി വാട്ട് ഐ ആം നൗ എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് നിങ്ങളുടെ കപ്പാസിറ്റി ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കി നിങ്ങൾക്ക് ആ ടാർഗറ്റ് എത്തിക്കാൻ പറ്റും. അപ്പോൾ അവിടെ വിഷ്വലൈസ് ആക്ച്വലി വാട്ട് ഈസ് വർക്കിംഗ്, അവിടെ ആക്ച്വലി നിങ്ങളുടെ എഫോർട്ടാണ് വർക്ക് ചെയ്യണത്. കണക്ട് ചെയ്ത് ചിന്തിക്കാനുള്ള ചിന്തയും ആ സമയത്ത് തപ്പിക്കപ്പെടാതിരിക്കണം. ഈ സ്ഥലത്തൊക്കെയാണ് അസ്ട്രോളജി യൂസ് ആവണത്. നമ്മുടെ സമയം ശരിയല്ല, ഗ്രഹങ്ങൾ നമ്മളെ പറ്റിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും, നമ്മുടെ കുഴപ്പമുണ്ടായിരിക്കില്ല. ഈ 5 ലക്ഷം രൂപ പുറത്തു പോകാൻ കൊടുത്തവൻ മുങ്ങിക്കളയും. അപ്പോൾ വീടിന്റെ ആധാരം ബാങ്കിലാവും, 5 ലക്ഷം പോവുകയും ചെയ്യും, അടുത്ത പണിയും കിട്ടും. ഇനി അടുത്തതായിട്ട് ഇവന് പുറത്തേക്ക് പിന്നെ പോകാൻ പേടിയാവുകയും ചെയ്യും. ഈ 5 ലക്ഷം എടുക്കാൻ വേണ്ടി ഇവൻ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് പണ്ടാരടങ്ങി പോകും. അപ്പോൾ തപ്പിക്കപ്പെടാതെ, കാരണം സമയം നേരെ ആവണമെന്ന് പറയുന്നത് പല വലിയ വ്യക്തികളും നമ്മളെപ്പോലുള്ള ആൾക്കാരും പറയും, നിങ്ങളുടെ സമയം ശരിയായി കഴിഞ്ഞാൽ നിങ്ങളൊരു ടാർഗറ്റ് ഇട്ട് പോയാൽ ചില സാധനങ്ങൾ നടക്കും. അതല്ല ഇവൻ പൈസ ഒക്കെ മുടക്കി ഇവിടെ പോയി 1.5 ലക്ഷത്തിന് സാലറിക്ക് അവിടെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് വല്ല ചെയ്യാൻ പറ്റാത്ത ജോലിയും പ്രശ്നം പിടിച്ചത് അല്ലെങ്കിൽ വല്ല അസുഖം പിടിച്ച് അവിടെ കിടന്നാൽ രക്ഷപ്പെടില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ അപ്പുറത്തേക്ക്, കൺട്രോളിന് അപ്പുറത്തുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളെ ദൈവവിശ്വാസം രക്ഷിച്ചേക്കും. ദൈവമേ, ഞാൻ ചെയ്യുന്ന ഈ കാര്യം ചെയ്യുമ്പോൾ ഞാൻ വർക്ക് ചെയ്യാണ്, ഞാൻ ട്രൈ ചെയ്യാണ്, ഈ കാര്യത്തിന് തടസ്സവും വരുത്തലേന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, കുഴപ്പമൊന്നുമില്ല. വരുത്തലേന്ന് പ്രാർത്ഥിച്ചാൽ വരുത്തുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിന്തിച്ചാലാണ് കുഴപ്പം. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നെ ഇതിങ്ങനെ തന്നെ നടത്തി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റിങ് സ്മൂത്തായിട്ട് ഓരോ വഴികളും ഓരോ കാര്യങ്ങളും കടന്ന് പോകും. അതിന് നമുക്ക് ചാനലെന്ന് പറയാൻ പറ്റും. ചാനൽ ചെയ്യാന്ന് പറയും. ചാനൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇങ്ങനെ പറയണതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നത് റെഗുലർ കോളേജിൽ, അതായത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിട്ട് ഞാൻ ആദ്യം പഠിക്കുന്ന പ്രീ ഡിഗ്രി പഠിക്കണം. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് കാണുന്ന പോലെ തന്നെ പ്രായമുള്ള ആളാണ്. അപ്പോൾ പ്രീ ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു. പി ജി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ 2001 ആയപ്പോഴത്തേക്കും എൻ്റെ എക്കണോമിക്സ് ആണ് ഞാൻ പഠിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അന്നൊക്കെ ഈ എക്കണോമിക്സും MBA എന്നൊക്കെ പറയുന്നതിൽ കോമൺ ആയിട്ട് കുറെ സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. മാർക്കറ്റിംഗ്, മാനേജ്മെന്റ്, ഇങ്ങനെ പറയുന്ന എല്ലാ സബ്ജക്റ്റും നമ്മൾക്ക്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, മൊത്തം പരിപാടികൾ പഠിക്കാനുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നീട് സ്പെഷ്യലൈസേഷനൊക്കെ ആയി പലരും MBA ഒക്കെ അന്ന് പോണവര് അത്രയും ഓറിയന്റഡ് ആയിട്ട് പോകും. എൻ്റെ കൂടെ പഠിച്ചവർ പലരും MBA ഒക്കെ പോയിട്ട് വലിയ നിലയിലൊക്കെ എത്തിയിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് അതല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടാർഗറ്റിംഗ് എന്ന് പറയും. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ എന്താ, ഈ കാറ് മേടിക്കണം എന്നുള്ള 13 ലക്ഷം എന്ന് തിട്ടമിടുന്ന മുതൽ ഇവന്റെ വർക്ക് തുടങ്ങി. ഇവൻ 5 ലക്ഷം ഫസ്റ്റ് ലോൺ എടുക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ലോൺ എടുത്ത് സെക്കൻഡ് സ്റ്റെപ്പ് ബ്രോക്കറിന് കൊടുക്കുകയാണ്. തേർഡ് സ്റ്റെപ്പ് ഇവൻ കയറി ഫോറിൻ കൺട്രി പോകണം. 5th സ്റ്റെപ്പ് ഇവന്റെ ജോബാണ്. 6th സ്റ്റെപ്പ് ഇൻകം. 7th സ്റ്റെപ്പ് ബാക്ക് ടു ഹോം. 8th സ്റ്റെപ്പ് ഇവന്റെ ലക്ഷ്യം. അങ്ങനെയാണ് കാര്യങ്ങൾ വന്നത്. അപ്പൊ ഇതിൽ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഇവന് തപ്പിக்கலாம், പ്രശ്നം വരാം. ബ്രോക്കർ പറ്റിക്കാം. രാജ്യത്ത് ചെന്ന് കഴിഞ്ഞപ്പോ ഇവന് അവിടെ നിൽക്കാൻ പറ്റാതെ ലീഗൽ പ്രശ്നം വരെയാണ് ആ രാജ്യത്ത്. പിന്നെ ഇവരെയൊക്കെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാലും പ്രശ്നമായി. ജോബിൽ പ്രശ്നം വന്നാലും കുഴപ്പമാവും. ഇൻകത്തിൽ പ്രശ്നം വന്നാൽ ഇൻകം പറഞ്ഞമാതിരി കിട്ടാനുള്ള പ്രശ്നം. ഈ എല്ലാ സ്റ്റേജിലും ഇവന് വേണമെങ്കിൽ ചിലപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക, എന്നത് തന്നെ നടക്കണം എന്നുള്ള ചിന്ത ഈ സമയത്ത് ചിലപ്പോൾ ഇവനെ രക്ഷിച്ചേക്കാം. രക്ഷിച്ചില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ഇവൻ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്.
പോസിറ്റീവായിട്ട് ചെയ്യണം. ഇതെന്തായാലും ഇതുവരെ പോയി കഴിഞ്ഞാൽ ഞാൻ നേടിയിരിക്കുമെന്ന് ഈ ഓരോ സ്റ്റേജിലും ഇവൻ വിചാരിച്ചാൽ ഇവനെ ലക്ഷ്യത്തിലെത്തിക്കാം. അല്ലാണ്ട് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് കാറ് വേണം, പോലോ എനിക്ക് കാറ് കിട്ടും, കാറ് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടേ. അത് ജസ്റ്റ് ഫോർ പ്ലാനിങ്ങിന് മാത്രം നടക്കുള്ളൂ. ഇവിടെ ദൈവം തുണയ്ക്കണം. ബ്രോക്കർ പറ്റിക്കരുത്, കൃത്യമായിരിക്കണം. ഫോറിൻ കൺട്രീസിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ അവൻ പോസിറ്റീവായ ആളുകളുമായിട്ട് കണക്ഷൻ വരണം. കൃത്യമായിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ട് കണക്ഷൻ വരണം. നല്ല ജോലി കിട്ടണം. ഇവനെ നന്നായിട്ട് അവിടെ നിർത്താനായിട്ട് തയ്യാറാവണം. കൃത്യമായിട്ട് ഇവന് ഇൻകം കൊടുക്കണം. കമ്പനിയാണെങ്കിൽ കമ്പനി പൊളിയരുത്. അവസാനം ഇവന്റെ ലീഗൽ പ്രശ്നമില്ലാണ്ട് നാട്ടിൽ കൃത്യമായിട്ട് വരാൻ പറ്റണം. രോഗമൊന്നും പിടിച്ച് അവിടെ കിടന്ന് ചാവരുത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ വെറും ഒരു ഇതല്ല. ഈ എല്ലാ മേഖലയിലും കൃത്യമായിട്ട് വന്നാൽ അവിടെ വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ ഓരോരോ പരിപാടിക്കും നിങ്ങൾക്ക് കൃത്യമായ ഒരു ഇത് വേണമെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അത് തന്നെയാണ് പഴയ കാലത്ത് ദൈവാധീനത്തോടുകൂടി പ്രാർത്ഥിച്ച് പോവാം മക്കളെ എല്ലാം നന്നാവും എന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മമാര് പറയില്ലേ, നാരായണ നാരായണമെന്നോ അല്ലെങ്കിൽ എല്ലാത്തിലും ദൈവം രക്ഷിക്കും, ഞാൻ പാതി ദൈവം പാതി, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും, അതില് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് തടസ്സമില്ലാതെ എത്തിക്കാനായിട്ട് ദൈവമേ കാക്കണേന്ന് പറഞ്ഞത് അവിടെയാണ് ദൈവവിശ്വാസത്തിന്റെ പ്രാധാന്യം. ഓക്കെ, ഇതാണ് ഇത്. ഇനി ചിലവര് എന്നോട് പറഞ്ഞെന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞു വിഷ്വലൈസേഷൻ ഒന്നും എല്ലാപ്പോഴും നടക്കണ കേസ് അല്ലാതെ. ചിലവന്മാർ എൻ്റെ അടുക്ക പറഞ്ഞെന്താ, ആരോ കമന്റ് ഇട്ടത്, നിങ്ങള് എന്താണ് പറഞ്ഞ 1 ബില്യൺ സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ട് പ്രൂവ് ചെയ്യാൻ, ക്യാൻ യു പ്രൂവ് ആൻഡ് മേക്ക് 1 ബില്യൺ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് പ്രൂവ്, അങ്ങനെ എന്തോ പറഞ്ഞത്. എന്റെ പൊന്നിടവേ, ഒന്നാമത്തെ കേസ്, ഞാൻ ഈ ചാനലിൽ വീഡിയോ ഇടുന്നത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയല്ല. ഞാൻ ഒറ്റ വീഡിയോസിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയണില്ല. ഈ ചാനലിൽ പറയണില്ല, ജ്യോതിഷത്തിന്റെ ചാനലിൽ ചിലപ്പോൾ പറയുന്നുണ്ടാവാം. ഈ ചാനലിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. വേണമെങ്കിൽ കാണുക, വേണ്ടെങ്കിൽ കാണണ്ട. പിന്നെ പല ആൾക്കാരും ആദ്യം മുതൽ എൻ്റെ അടുത്ത് വെക്കണം, ഗൂഢവിദ്യ പഠിപ്പിക്കുന്നുണ്ടോ, ശരകല പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ മുന്നേ പറഞ്ഞ ശരകല പഠിപ്പിക്കാൻ തുടങ്ങി. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പക്ഷെ ജോയിൻ ചെയ്യാൻ വന്നവര് നാള് നക്ഷത്രം ജാതകമൊക്കെ നോക്കിയിട്ടേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ടാർഗറ്റ് ഇതല്ല. കാരണം എനിക്ക് പല പരിപാടികളുണ്ട്, എനിക്ക് പല ബിസിനസ്സുകളുണ്ട്. എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാന്നുള്ളതോ യൂട്യൂബ് ഇൻകം ഉദ്ദേശിച്ചിട്ടുള്ള പരിപാടിയല്ല ഈ ചാനല്. രണ്ടാമത്തെ കേസ്, ഞാൻ വിചാരിച്ചുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് വരില്ല. ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. എന്താ, ഇനിയിപ്പോ നിങ്ങൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ. ഒന്ന് റെഗുലർ വീഡിയോ ചെയ്യാം. റെഗുലാരിറ്റി ഉണ്ടായിരിക്കണം, എന്നാലാണ് യൂട്യൂബിന്റെ അൽഗോരിതം കറക്റ്റ് ആയിരിക്കുള്ളൂ. എല്ലാ ദിവസവും വീഡിയോ ഇടണമെങ്കിൽ ഒരു സമയത്ത് തന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടണം. 2 ദിവസം കൂടുമ്പോൾ 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടണം. ഞാൻ ഇതൊന്നും കറക്റ്റ് നോക്കണില്ല, എനിക്ക് ഇതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് അറിയാം. കാര്യം ഒന്നില്ലെങ്കിൽ കുറഞ്ഞത് 1 കൊല്ലമെങ്കിലും മറ്റേ MCA 1 കൊല്ലം പഠിച്ച ഒരാളാണ് ഞാൻ. 1 കൊല്ലത്തിൽ കൂടുതൽ പഠിച്ചു പോട്ടെ. അത്യാവശ്യം കോഡിങ്ങും വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫി ഇതൊക്കെ അറിയാവുന്ന ആളാണ്. എൻ്റെ അമ്മാവന്റെ മോൻ ഇവിടുത്തെ കേരളത്തിൽ തന്നെ 1 ഓഫ് ദി ബെസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അവനറിയാത്ത ഒരു പരിപാടിയില്ല. അപ്പൊ മാത്രമല്ല, നമുക്ക് അത്രയും പേഴ്സണലിസ്റ്റിൽ പെട്ടുള്ള എപ്പോഴും കൂടി സംസാരിക്കുകയും കാണുകയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉദ്ദേശം ഇതല്ല. അപ്പൊ ഈ റെഗുലറായിട്ട് വീഡിയോ ഇടണം. 1 വീഡിയോ ഇതാവണമെങ്കിൽ, 2 നല്ല ക്യാമറ വെച്ച് ഇപ്പൊ ഞാനിപ്പോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ക്ലാരിറ്റി കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഈ സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ മറ്റുള്ള ക്ലാസ്സുകൾ എടുക്കാനാണ്. എങ്കിലും എൻ്റെ അടുത്ത് അടിപൊളി ക്യാമറ ഒക്കെ ഇരിക്കുന്നുണ്ട്. നല്ല വില കൂടിയ ടോപ്പ് ലെവൽ ക്യാമറയൊക്കെ ഉണ്ട്. എൻ്റെ കസിൻസ് അടുത്ത് എല്ലാവരും അടുത്തുണ്ട്. പക്ഷെ ഇത് കൊണ്ടുവന്നിട്ട് ചില ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി 25 മിനിറ്റ് എടുക്കും. അതിൽ നിന്ന് ഡീകോഡ് ചെയ്ത് എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഡാവിഞ്ചി റിസോൾവ് ആണ്. വേണമെങ്കിൽ പ്രീമിയറിലിട്ടൊക്കെ എഡിറ്റ് ചെയ്യാം. ഇതിന്റെ പുറകെ എത്ര നേരം ഇരിക്കണം, എനിക്ക് അതിനുള്ള സമയമില്ല. ഒന്നാമത്തെ കേസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്താ, എഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് വീഡിയോസ് ഇടുക. ഇതെല്ലാ ദിവസവും ഇട്ടാലും ഒന്നും വന്നോന്നില്ല. കാരണം എന്താ, ഇത് ആവശ്യമുള്ളവന്മാരുണ്ടായിരിക്കണം. യൂട്യൂബ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഇത് കാണേണ്ട ആൾക്കാർ കാണണ്ടേ. ഈ കണ്ടന്റ് ചിലപ്പോൾ ഓൾറെഡി മുന്നേ വന്നിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും. ആ ചാനലിൽ പോയി ക്ലിക്ക് ചെയ്ത് ഓൾറെഡി ഇത് ഫില്ലായിട്ടുണ്ടാവും. ഈ ചാനലൊക്കെ എത്ര സെറ്റ് ചെയ്താലും നീ അല്ല ആരാണെങ്കിലും ആ ചാനൽ ഉണ്ടാവണം. നിന്റെ സമയം ശരിയായാലേ ഒക്കുള്ളൂ മോനെ. അപ്പൊ ആരാണെങ്കിലും, അല്ലെങ്കിൽ ഒക്കുള്ളൂ സാറേ, ഒക്കുള്ളൂ ചേട്ടാ, നടക്കണ കേസല്ല. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. ഫ്രം അവർ സൈഡ് എവറിത്തിങ് വിൽ ബി ക്ലിയർ. അത് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാ,
ക്ലിയർ ആയിട്ട് റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യുക, നന്നായിട്ട് എഡിറ്റ് ചെയ്ത് കൃത്യമായ സമയത്ത്. അപ്പം നമുക്കൊരു ഇതിന് വേണ്ടി മാത്രം ഒരു ദിവസം ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി മാത്രം മെനക്കിടുന്നവരും, എന്നിട്ട് കൃത്യമായിട്ടിട്ട് ഒരു ബുക്ക് സൂക്ഷിക്കേണ്ടവരും. എൻ്റെ അടുത്ത് ഓൾറെഡി ബുക്ക് ഉണ്ട് കേട്ടോ, ഇതിൻ്റെതല്ല, മറ്റുള്ള കളരിയുടെ എല്ലാത്തിനും എൻ്റെ കൃത്യമായ ബുക്ക് ഉണ്ട്. ഞാൻ എടുക്കുന്ന ക്ലാസ്സിൻ്റെ അടുത്ത് ഏത് വീഡിയോയിൽ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടുണ്ട്, കൃത്യമായിട്ട് സ്ക്രിപ്റ്റും ഉണ്ട്, കൃത്യമായിട്ട് ഞാൻ ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കരുത്. BEd ചെയ്തിട്ടുള്ള ഒരാളെ കുറെ നാൾ പല സ്ഥലത്ത് പല വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലെസൺ പ്ലാൻ അടക്കം ഉണ്ടാവും. എന്തിന് ക്ലാസ് കൊടുക്കണ എല്ലാത്തിനും ലെസൺ പ്ലാൻ അടക്കം അതിന്റെ മൊത്തം ലെക്ചറും ബുക്കുകളും ലാപ്ടോപ്പിലും എല്ലാത്തിലും ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടി വരും ഒരു യൂട്യൂബ് മര്യാദയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ. ഓരോ വീഡിയോന്റെ കണ്ടന്റ് അത് റിപ്പീറ്റ് ചെയ്യാത്ത വിധം എല്ലാം കൃത്യമായിട്ട് എഴുതി നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണ സമയം മുതൽ 1 മാസത്തോളം കംപ്ലീറ്റ് സാധനം ഒഴുകി വെച്ചിട്ട് പറ്റുകയാണെങ്കിൽ കുറെ വീഡിയോ ഓൾറെഡി പിടിച്ച് ഒരു 20-25 വീഡിയോ മുന്നേ പിടിച്ച് വെച്ചിട്ട് ഓരോന്നായിട്ട് സ്കെഡ്യൂൾ ചെയ്ത് ഇട്ടുകൊണ്ടിരുന്ന് പിന്നെ അടുത്തത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോഴും ഇൻട്രസ്റ്റിംഗ് വിഷയമായിരിക്കണം. ഇത്രയും പേര് വന്ന് കണ്ടു കഴിഞ്ഞാലൊക്കെ യൂട്യൂബിലൊക്കെ രക്ഷമാണ്. ഇതൊക്കെ അറിയാൻ പാടില്ല, ഇതിന് നേരമില്ല, നമുക്ക് വേറെ പല പരിപാടികളും ഉണ്ട്. അപ്പോൾ ഈ ചാനലിന്റെ ഉദ്ദേശം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നതല്ല. എന്നാൽ എനിക്ക് വേറൊരു ചാനലുണ്ട്, 73,000 സബ്സ്ക്രൈബേഴ്സ് 2019-20 മുതലുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാര്യം എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ചാനലില് കളരിയുടെ ചാനലായതുകൊണ്ട് പലരും വന്ന് പലതും പറയും, നമ്മൾ തിരിച്ചും തെറി വിളിക്കും, ചാനൽ റിപ്പോർട്ടഡ് ആവും, പ്രശ്നമാവും. ഇപ്പൊ ഞാനത് കാരണം റിപ്ലൈ അധികം കൊടുക്കാറില്ല. കാര്യം മിക്ക ആൾക്കാരും എന്നെ അറിയും. കേരളത്തില് കളരിയുമായിട്ട് ബന്ധപ്പെട്ട 90-99% ആൾക്കാരെ എന്നെ അറിയും. ഞാൻ അത്രയും പേരെ മർമ്മം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ചാനലിൽ നല്ല വ്യൂ ഉണ്ടായിരുന്നു. കേരളത്തിലെ തന്നെ കളരിയും മർമ്മവും പച്ചയായിട്ട് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചാനൽ എന്റെ ചാനലായിരുന്നു. വിനയൻ ഗുരുക്കൾ മർമ്മ കളരി എന്ന് അടിച്ചാൽ കിട്ടും. ആ ചാനലിലുണ്ട്, എനിക്കറിയാം, അതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് അറിയാം. ഞാൻ 2013 മുതൽ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയതാ. 2017-18 പോലൊക്കെ നല്ലവണ്ണം ചാനൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് ആവശ്യമുള്ളവർ ഒന്നാണ് കാണുന്നത്. ആ ചാനലിൽ പോലും ഒരു വീഡിയോ പോലും ഞാൻ ഇത്ര സമയം കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യാനോ ഒന്നും ഇട്ടിട്ടില്ല. മെയിനായിട്ട് പിടിക്കുക, അതിൽ അപ്ലോഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ ചാനലും തുടങ്ങിയേക്കുന്നത്. എന്റെ ഉദ്ദേശം അതല്ല. ഉദ്ദേശം അതാണെങ്കിൽ ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തേനെ, സമയം ടാർഗറ്റ് ചെയ്ത്. അപ്പൊ മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള നേരം എനിക്കില്ല. അപ്പൊ അതൊക്കെയാണ് സംഭവം. അപ്പൊ ഞാൻ എന്റെ വർക്കുകൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്റെ റെഗുലർ വർക്കുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള സമയത്തൊക്കെ ആയിരിക്കും ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തു തന്നെയാണ്. ഇനി എനിക്ക് ബാക്കിയുള്ള വർക്കൊക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ട് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ ഇടാൻ ശ്രമിക്കുക. ടോപ്പിക്കിന് യാതൊരു പഞ്ചുണ്ടായിട്ടല്ല, 1000 അല്ല 10,000 വീഡിയോ ചെയ്യാനുള്ള ടോപ്പിക്ക് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ കാണുക. ആവശ്യമുണ്ടെങ്കിൽ ഇനി വേറെ വല്ല കാര്യങ്ങളൊക്കെ പഠിക്കാൻ, ഇപ്പോൾ ശേഖരകാലം മറ്റുള്ള കാര്യങ്ങളോ ജ്യോതിഷമൊക്കെ പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വാട്സാപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പ് നമ്പറൊക്കെ ഇത്രയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കേസുകൾ ഇതൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ കുറെ അഡ്വാൻസ് ആയ കുറെ സാധനങ്ങളൊക്കെ നമ്മളന്ന് പഠിച്ചതും ഏതൊക്കെ വർക്ക് ആവും എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്കറിയാം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ പറയാം. അതുപോലെ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, ലോ ഓഫ് വൈബ്രേഷൻ, മിറർ പ്രിൻസിപ്പിൾ, അങ്ങനെ കുറെ അടിപൊളി കിടല ടോപ്പിക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ നോക്കാം. പിന്നെ ഇതൊന്നും ഞാൻ യൂട്യൂബ് കണ്ടിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് ആ വീഡിയോ കൊണ്ട് പഠിച്ചതൊന്നും അല്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ഇത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് പോയി ആരെടുക്കുന്നെങ്കിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇതിന് കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി തോന്നിയേക്കാം. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.